വടകരയിലെ സഹൃദയരായ സുഹൃത്തുക്കളെ, മറ്റ് എഴുത്തുകാരെ, ഞാൻ ഒരുപാട് ഔപചാരികതയിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കാര്യം ഞാൻ 10 മണി 10:15 മുതൽ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കുറച്ച് കേൾവിക്കാരെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാണ് കുറച്ച് പേരെ കിട്ടിയത്. കാര്യം വളരെ പോപ്പുലറായ പരിപാടികൾ അകത്ത് നടക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു തോന്നുന്നു. അപ്പോൾ അത് ഒരു 2 വേദികളൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. പക്ഷെ ഇതിനകത്തുള്ള ചില ആറ്റിറ്റ്യൂഡുകളെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഈ ജവഹർലാൽ നെഹ്റു ആണ് നമ്മൾ കേന്ദ്ര സാഹിത്യ അക്കാദമി എന്ന് വിളിക്കുന്ന ഇന്ത്യയുടെ സാഹിത്യ അക്കാദമിയുടെ ഒരു രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഞാൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എന്ന് പറയാത്തത്, പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനേക്കാൾ കൂടുതൽ എഴുത്തുകാരനായ ജവഹർലാൽ നെഹ്റു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് അക്കാദമി ഉണ്ടാവുന്നത്. അന്ന് നെഹ്റുവിൻ്റെ ഒരു ഉൾക്കാഴ്ചയുടെ പ്രത്യേകത കൊണ്ടാവാം ഒരു സ്വയംഭരണ സംവിധാനമായിട്ടാണ്, സ്വയംഭരണ സ്വഭാവമുള്ള ഒരു സംവിധാനമായിട്ടാണ് സാഹിത്യ അക്കാദമി തുടങ്ങിയത്. ഓരോ ഭാഷാ പ്രദേശത്തിനും കൗൺസിലുകൾ ഉണ്ടാവുകയും ആ കൗൺസിലുകളുടെ വോട്ടവകാശ പ്രകാരം ചെയർമാനെയും തുടർ കൗൺസിലങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു രീതി കൊണ്ടുവരികയും അതിൻ്റെ നിയമം പാർലമെന്റിൽ അമെൻഡ് ചെയ്താൽ മാത്രം മാറ്റാവുന്ന രീതിയിൽ ശക്തമായി തന്നെ തുടരുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഹിന്ദുത്വ ഗവൺമെന്റും അതിൻ്റെ പിണിയാളുകളും നിരന്തരം വിചാരിച്ചിട്ടും അനേകം സ്ഥാപനങ്ങൾ അവരുടെ കോടതികൾ പോലും അവരുടെ പരിധിയിലാക്കിയതിന് ശേഷം പോലും അവർക്ക് സാഹിത്യ അക്കാദമിയെ പൂർണ്ണമായും അതിൻ്റെ അടിസ്ഥാന ഘടന തകർക്കാൻ പറ്റാത്ത, അടുത്ത് വേറെ ആളുകളെയൊക്കെ തിരികെ കയറ്റിയിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരേ സമയം വിപ്ലവകാരിയും അതേസമയം ഹിന്ദുത്വയുടെ കൂടെ നടക്കാനും പ്രാപ്തിയുള്ള ആളുകളൊക്കെ അതിൻ്റെ കൗൺസിലൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ പോലും അതിൻ്റെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അധിഷ്ഠിതമായ അതിൻ്റെ അടിസ്ഥാന ഘടനയെ തകർക്കാൻ ഇതുവരെ കഴിയാത്തത് നെഹ്റുവിൻ ഒരു ആശയത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. മാത്രമല്ല, അതിൻ്റെ ഉദ്ഘാടനത്തിന് നെഹ്റു പ്രസംഗിച്ചതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല ചോദിച്ചു കഴിഞ്ഞാലും. ഞാൻ കേട്ടിട്ടുള്ളത്, നെഹ്റു പ്രധാനമന്ത്രിയായ നെഹ്റു അല്ല, ഇവിടെ സാഹിത്യ അക്കാദമി ആദ്യത്തെ പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അദ്ദേഹം പറഞ്ഞ്, പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്കല്ല ഞാനിത് ഏറ്റെടുക്കുന്നത്, എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കാണ്. യാതൊരു കാരണവശാലും പ്രധാനമന്ത്രിയായ നെഹ്റുവിന് യാതൊരു പ്രിവിലേജും സാഹിത്യ അക്കാദമി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തുടർന്നുള്ള വർഷങ്ങളിൽ സാഹിത്യ അക്കാദമിയിൽ എങ്ങനെയാണ് സംഭവിച്ചത് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും സാഹിത്യ അക്കാദമിയുടെ അന്തസ്സത്ത് അങ്ങനെ നിലനിന്നിരുന്നു. പലപ്പോഴും ഞാൻ പല പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. രാഷ്ട്രീയക്കാരല്ല, സാഹിത്യകാരന്മാർ തന്നെയാണ് സാഹിത്യ അക്കാദമി എല്ലാ കാര്യം നടത്തിക്കൊണ്ട് പോയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ കേരളത്തിൽ എനിക്കറിയാം, ഒരു കോൺഗ്രസിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ആളുകളാണിത് നടത്തുന്നുള്ളത്. തീർച്ചയായിട്ടും ഈ പാർട്ടി സർവാധിപത്യമുള്ള ഇടതുപക്ഷക്കാരെ പോലെ ആവരുത് നിങ്ങളെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇടതുപക്ഷക്കാർ അവരുടെ ഗവൺമെന്റ് അധികാരികൾ സാഹിത്യ അക്കാദമിയുടെ ആയാലും ചരിത്ര അക്കാദമിയുടെ ആയാലും അതിൻ്റെ ഫിലിം ഫെസ്റ്റിവലിന് മുഖ്യമന്ത്രിയുടെയും സാംസ്കാരിക മന്ത്രിയുടെയും വലിയ ഹോർഡിങ് വെച്ചിട്ട് BJP ചെയ്യുന്ന അതേ ചിഹ്ന ഭാഷ ഉപയോഗിച്ചിട്ടാണ് അവർ ഈ സാംസ്കാരിക രംഗത്ത് രാഷ്ട്രീയക്കാരുടെ സ്ഥാനം ഉറപ്പിക്കുന്നത്. അതുപോലെ ചെയ്യരുതെന്നാണ് എൻ്റെ അപേക്ഷ. ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പാർലമെന്റ് മെമ്പറെ എടുത്താനൊന്നും പറയല്ല. പാർലമെന്റ് മെമ്പർ വരുന്നുള്ള പേരിൽ എൻ്റെ അടുത്ത് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് ശരിയല്ല. പാർലമെന്റ് മെമ്പർ എനിക്ക് വേണ്ടി അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഇത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ്. മറിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യും അദ്ദേഹത്തെ കാത്തിട്ട്. കാര്യം അത് തമ്മിൽ വ്യത്യാസം പാടില്ല. അപ്പോൾ ഇവിടെ എഴുത്തുകാർക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാർ വരുമ്പോഴത്തേക്ക് എണീറ്റ് കൊടുക്കുന്ന പരിപാടി ശരിയല്ല. ഞാൻ അതിലുള്ള പ്രതിഷേധമാണ് എൻ്റെ ആകെയുള്ള അരമണിക്കൂറിൽ 5 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ രേഖപ്പെടുത്തിയത്. അതൊരു നെഹ്റുവിയൻ സംസ്കാരമാണ്. കോൺഗ്രസ്സുകാരല്ലാതെ പിന്നെ ആരാണ് നെഹ്റുവിയൻ സംസ്കാരം തുടരേണ്ടതെന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ട വിഷയം, സംഘാടകർ. അപ്പോൾ ഇത്രയും ആമുഖമായിട്ട് ഞാൻ പറയുകയാണ്. എനിക്ക് തോന്നുന്നത് ഞാനൊരു വലിയ പ്രഭാഷകനൊന്നുമല്ല. ഇന്ത്യൻ അവസ്ഥയെക്കുറിച്ചൊക്കെയുള്ള വലിയ ആധിയുള്ള ഒരു സാധാരണക്കാരനും ഒരു എഴുത്തുകാരനുമാണ്. എനിക്ക് ചെയ്യാവുന്നൊരു കാര്യം കവിത ചൊല്ലുക എന്നൊക്കെ ഉള്ളതാണ്. അന്തിമത്വം മുറ്റി നിൽക്കുന്ന പ്രസ്താവനകൾ, രാഷ്ട്രീയ പ്രസ്താവനകളോ സാഹിത്യ പ്രസ്ഥാനം നടത്താനൊന്നുമുള്ള ശേഷിയും ധൈര്യവും ഇല്ലാത്ത പൊതുവെ സന്ദേഹിയായിട്ടുള്ളൊരു മനുഷ്യനാണ്. നിങ്ങൾക്ക് വല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കുക, എന്നെ കൊണ്ടാവുന്ന പോലെ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യാം. എന്തായാലും നമുക്കൊരു ആദ്യം ഒരു കവിത വായിച്ച് തുടങ്ങാം, അതല്ലേ നല്ലത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യം ഗാന്ധി തൊടൽമാല എന്ന കവിത വായിക്കാം. കുറച്ചുകൂടെ ആള് കൂടുന്നെങ്കിലോ. പാട്ടാണത്. അത് പാട്ടിൻ്റെ രൂപത്തിൽ എഴുതിയ ഒരു കവിതയാണ്, ഗാന്ധി തൊടൽമാല. ഇത് ഗാന്ധിയെക്കുറിച്ച് എന്നുള്ളതിനേക്കാൾ ഉപരി ബഷീറിൻ്റെ കുട്ടിക്കാലത്തെ സ്മരിക്കുന്ന ഒരു കവിത കൂടിയാണ്. ബഷീർ തന്നെ എഴുതിയ അമ്മ എന്ന് പറയുന്ന കഥയുടെ ഒരു ആഫ്റ്റർ റൈറ്റിംഗ്, തുടരെഴുത്താണ് ഈ കവിത.
ഗാന്ധി തൊടൽമാല. തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ, പട്ടുപോലെ നനുത്ത തോളിൽ തൊട്ടു ഞാനുമ്മ. തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ, പട്ടുപോലെ നനുത്ത തോളിൽ തൊട്ടു ഞാനുമ്മ. കടലു കര കയ്യേറുമാറ് മനുഷ്യരാകെ ഇരമ്പിയാർത്തു, വൈക്കം ജട്ടിയിൽ ബോട്ടടുത്തു ഗാന്ധി വന്നുമ്മ, നാട്ടില് കാന്തി വന്നുമ്മ. ഗാന്ധി കാലു വച്ചു മണ്ണിൽ ശാന്തി വിത്തു തരിച്ചു, രണ്ടു പല്ലു പോയ മോണ സൂര്യൻ ചിരിച്ചു. ഗാന്ധി കാലു വച്ചു മണ്ണിൽ ശാന്തി വിത്തു തരിച്ചു, രണ്ടു പല്ലു പോയ മോണ സൂര്യൻ ചിരിച്ചു. വിത്തു പൊട്ടി ചെടിയായി വൈക്കമൊരു വാടിയായി, നോക്കി നിൽക്കേ എന്തുമായം പൂത്തുലഞ്ഞുമ്മ, കാന്തി പൂത്തുലഞ്ഞുമ്മ. തൊട്ടു ഞാനുമ്മ തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ, പട്ടുപോലെ തിളങ്ങും ഉയിരിൽ തൊട്ടു ഞാനുമ്മ. ഗാന്ധി കേറി തുറന്ന കാറിൽ കൂടി ഞാൻ പിന്നാലെ ജോറിൽ, വള്ളി പോലെ പടർന്നു കാറിൻ വക്കിൽ ഞാനുമ്മ. വന്മലയിൽ മുകിൽ കീറ് വീണു പെയ്യും പോലെ, വൻകടലിൽ നീർച്ചാല് വന്നു ചേരും പോലെ, രാമനെ റഹീം പോലെ അയ്യനെ വാവര് പോലെ, വൈക്കത്തപ്പനെ കൊരമ്പുലയൻ ചെന്നു തോടും പോലെ. തൊട്ടു ഞാനുമ്മ തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ, പട്ടുപോലിഴ ചേർന്ന ഗൽബിൽ തൊട്ടു ഞാനുമ്മ. പിന്നൊരു നാൾ ഇന്ത്യ രണ്ടു തുണ്ടായി, കാന്തിയോട് അപര കാന്തി ചേർന്നതിൽ മിന്നലുണ്ടായി. തൊട്ടടുത്തു നിന്നു പാഞ്ഞു മൂന്നു തീയുണ്ട, മുട്ടിലൊന്നു നിന്നു പിന്നെ വീണുപോയി ഇന്ത്യ. ഗോഡ്സെ തൊട്ടുമ്മ ഗാന്ധിയെ ഗോഡ്സെ തൊട്ടുമ്മ, കാഞ്ചിയിൽ വിരൽ കൊണ്ട് ഗോഡ്സെ തൊട്ടുമ്മ. തൊട്ടു ഞാനുമ്മ കാന്തിയെ തൊട്ടു ഞാനുമ്മ, പട്ടടയിൽ കത്തും ഇന്ത്യയെ തൊട്ടു ഞാനുമ്മ, പട്ടടയിൽ കത്തും ഇന്ത്യയെ തൊട്ടു ഞാനുമ്മ. ഗാന്ധിയെക്കുറിച്ച് തന്നെയുള്ള ഒരു കവിതാ പരമ്പരയുടെ തുടക്കമാണിത്. അതിൽ രണ്ടാമത്തെ കവിത അതും കൂടെ ചൊല്ലാം ഞാൻ. ഗാന്ധി അവസാനമായി പറഞ്ഞത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ഒരു ഡിബേറ്റ് തന്നെയുണ്ട്. റാം റാം എന്നാണോ ഹേ റാം എന്നാണോ, അങ്ങനെ പല അതോ
ഗാന്ധിയെ കൊന്നവരുടെ സംഘത്തിൽപ്പെട്ടവർ പറഞ്ഞ അദ്ദേഹം ഞരങ്ങുക മാത്രമേ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഒരു ഗാന്ധിയുടെ അവസാന വാക്കുകൾ അങ്ങനെ ഒരു മിത്താണ് വാസ്തവത്തിൽ. അതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി പറഞ്ഞതും ഈ ഭീകരവാദികളായ ഹിന്ദുത്വ കൊലയാളികൾ പറഞ്ഞതും പിന്നെ വേറെ പലതരം പത്രങ്ങളുടെ അതുപോലെ അതിൻ്റെ സമയത്തെക്കുറിച്ച് എപ്പോഴാണ് ഗാന്ധി സ്വന്തം മരണം പ്രവചിച്ചതിനെക്കുറിച്ച് തന്നെ അത് 2 ആഴ്ച മുമ്പ് നടത്തിയ പ്രസംഗമാണോ 6 മാസം മുമ്പ് നടത്തിയ പ്രസംഗമാണോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡിബേറ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഡിബേറ്റുകളുടെ പശ്ചാത്തലത്തിലുള്ള ഒരു കവിതയാണ് ഒടുക്കം. ഒടുക്കം പറഞ്ഞതെന്തായിരിക്കാം പതുക്കെ പതുക്കെ ഹേ റാം എന്നോ നിർത്തി നിർത്തി റാം റാം എന്നോ ഒടുക്കം പറഞ്ഞതെന്തായിരിക്കാം നീണ്ട മൗനത്തിൽ ഉറങ്ങാൻ വിരിച്ചോരലർച്ച ഞരക്ക ശവക്കച്ചയോ അന്ത്യസ്വപ്നത്തിൽ ഉറങ്ങാൻ വിരിച്ചോരഗ്നിമന്ത്ര കരിക്കട്ടകളോ നീണ്ട മൗനത്തിൽ ഉണങ്ങാൻ വിരിച്ചോരലർച്ച ഞരക്ക ശവക്കച്ചയോ അന്ത്യസ്വപ്നത്തിൽ ഉറങ്ങാൻ വിരിച്ചോരഗ്നിമന്ത്ര കരിക്കട്ടകളോ അതോ റാം റഹീമെന്നോ അതോ റാം റഹീമെന്നോ എന്നോ പറഞ്ഞു നീ കൊല്ലപ്പെടുകയാണെങ്കിൽ ഞാൻ റാം റഹീം എന്നു ചൊല്ലിക്കൊണ്ടു ചാവും. പഞ്ചനദികളും ഗംഗ യമുനയും ബ്രഹ്മപുത്ര കൃഷ്ണ ഗോദാവരികളും പേരാർ മഹാനിധി വൈഗയും തുങ്കയും ഇന്നും അതേറ്റുപാടുന്നു. കൊല്ലപ്പെടുകയാണെങ്കിൽ ഞാൻ റാം റഹീം എന്ന് ചൊല്ലിക്കൊണ്ടു ചാവും. നൈൽ നദി നൈജറും കോങ്കോ സാംബേസിയും ഓറഞ്ച് ലിംപോപ്പോ സകല ജലങ്ങളും ഒഴുകിയെത്തുന്ന ഒരേ കടലിലേക്ക് കൊല്ലപ്പെടുകയാണെങ്കിൽ ഞാൻ റാം റഹീം എന്ന് ചൊല്ലിക്കൊണ്ടു ചാവും. ഒടുവിൽ പറഞ്ഞ നദികൾ സൗത്ത് ആഫ്രിക്കൻ നദികളാണ്. ഗാന്ധിജിക്ക് വാസ്തവത്തിൽ ഗാന്ധിജിയുടെ വസിയത്ത് ഏതാണ്ട് പകുതിയോളം കിടക്കുന്നതും സൗത്ത് ആഫ്രിക്കയിലാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ സംസാരിക്കാം, അല്ലെങ്കിൽ കവിത തന്നെ ചൊല്ലിയാൽ മതിയെങ്കിൽ കവിത ചൊല്ലാം. നമ്മുടെ സമയം 11:36 തുടങ്ങിയത്. അപ്പോൾ ഒരു 12:06 നിർത്തും. അരമണിക്കൂറല്ലേ? അതോ കവിത ചൊല്ലിയാൽ മതിയോ? കവിത ചൊല്ലിയാൽ മതിയല്ലേ? മാഷ് പറഞ്ഞപ്പോൾ അപ്പുറം ഉണ്ട് എൻ്റെ. ഞാനൊരു കാര്യം ചെയ്യാം. ഇപ്പം ഇത്രയും ലൗഡറായ രാഷ്ട്രീയം പരാമർശിക്കുന്ന കവിതകളല്ലേ ചൊല്ലിയത്, സംസാരിച്ചതുമൊക്കെ വളരെ ലൗഡറായിട്ടാണ്. ഞാൻ അത്ര ലൗഡല്ലാത്ത ഒരു കവിത ചൊല്ലാം. 5 അറിവ്, 5 ഖണ്ഡങ്ങളാണ്, ചെറിയ ഖണ്ഡങ്ങളാണ്. 5 അറിവ്. 1, ഇരുട്ട് ഒരു വിളക്കാണ്, അതിനു ചുറ്റും വെളിച്ചത്തിൻ്റെ യാംപാറ്റകൾ. ഇരുട്ട് ഒരു വിളക്കാണ്, അതിനു ചുറ്റും വെളിച്ചത്തിൻ്റെ യാംപാറ്റകൾ.
ഇരുട്ടുവിളക്കിൽ വെളിച്ചം വീണു ചാവുമ്പോൾ മെല്ലെ നേരം വെളുക്കും. ഇരുട്ടുവിളക്കിൽ വെളിച്ചം വീണു ചാവുമ്പോൾ മെല്ലെ നേരം വെളുക്കും. 2. മൂകത ഒരു ശബ്ദമാണ്. അതിൽ മുരളും അർത്ഥത്തിൻ്റെ നരിച്ചീറുകൾ. മൂക ശബ്ദത്തിൽ അർത്ഥം തലകീഴായി തൂങ്ങുമ്പോൾ മെല്ലെ ചിറകടിച്ചു തുടങ്ങും ഒച്ചകൾ. മൂകത ഒരു ശബ്ദമാണ്. അതിൽ മുരളും അർത്ഥത്തിൻ്റെ നരിച്ചീറുകൾ. മൂക ശബ്ദത്തിൽ അർത്ഥം തലകീഴായി തൂങ്ങുമ്പോൾ മെല്ലെ ചിറകടിച്ചു തുടങ്ങും ഒച്ചകൾ. 3. തെളിനീര് കടുരുചിയാണ്. അത് ഉപ്പിലിടും കടലുകളെ. വിയർത്ത് പൊറുതികെട്ട് ആകാശം മേഘങ്ങൾ ഊരിയെറിയുമ്പോൾ മെല്ലെ അടർന്നു വീഴും വിളഞ്ഞു പഴുത്ത മഴ. തെളിനീര് കടുരുചിയാണ്. അത് ഉപ്പിലിടും കടലുകളെ. വിയർത്തു പൊറുതികെട്ട് ആകാശം മേഘങ്ങൾ ഊരിയെറിയുമ്പോൾ മെല്ലെ അടർന്നു വീഴും വിളഞ്ഞു പഴുത്ത മഴ. 4. ശൂന്യത ഒരു യോനി. സ്പർശത്തിൻ്റെ പാമ്പ് അതിലേക്കിഴയും. സ്പർശം ശമിക്കുമ്പോൾ മെല്ലെ ഊറിക്കൂടും പ്രപഞ്ചം. ശൂന്യത ഒരു യോനി. സ്പർശത്തിൻ്റെ പാമ്പ് അതിലേക്കിഴയും. സ്പർശം ശമിക്കുമ്പോൾ മെല്ലെ ഊറിക്കൂടും പ്രപഞ്ചം. 5. മരവിപ്പിന് മണമുണ്ട്. ചത്ത് മലച്ച പ്രാണന്റെ. പൊഴിയിൽ വേലിയേറുമ്പോൾ മെല്ലെ മെല്ലെ നീന്തി തുടിക്കും അവ. മരവിപ്പിന് മണമുണ്ട്. ചത്തുമലച്ച പ്രാണന്റെ. പൊഴിയിൽ വേലിയേറുമ്പോൾ മെല്ലെ മെല്ലെ നീന്തി തുടിക്കും അവ. ഖബർ വീട്. ഖബർ മണ്ണിനടിയിൽ, വീട് മണ്ണിനു മേൽ. ഖബർ മണ്ണിനടിയിൽ, വീട് മണ്ണിനു മേൽ. ഒരറ, ഏതാനും മരപ്പലക, അത്രയും മതി ഖബറിന്. വേണമെങ്കിൽ സാമ്പ്രാണി പുകച്ചൊരു പ്രാർത്ഥനയാവാം. 2 മീസാൻ കല്ലും. വീടോ ഒരായുസ്സിന്റെ ബലതന്ത്ര ഗോപുരം.
സിമന്റ്, കല്ല്, മരം, ദ്രവം, പലയിനം കമ്പി കണ്ണാടികൾ വേണം. പണവും ആസൂത്രണവും ആയുധബലവും വേണം. വായു, വെളിച്ചം, മക്കൾ, മരിച്ചവർ, ഓർമ്മകൾ പശിമയിൽ ചാലിച്ചെടുക്കണം. ഖബറിൽ വെറുതെ കിടന്നാൽ മതി ഖയാമത്തോളം. വീട്ടുമുറിയിൽ എത്ര ദിവസം, മണിക്കൂർ, നിമിഷം ഒരാൾക്ക് ഒറ്റയ്ക്ക് കഴിയാനാവും? യുദ്ധത്തിൽ വീടുകൾ കൂട്ടത്തോടെ കൊല്ലപ്പെടും, ഖബറുകൾ പെറ്റുപെരുകും. യുദ്ധത്തിൽ വീടുകൾ കൂട്ടത്തോടെ കൊല്ലപ്പെടും, ഖബറുകൾ പെറ്റുപെരുകും. ഖബറുകൾക്ക് മേൽ വീട് മുളയ്ക്കില്ല, പക്ഷേ വീടുകളുടെ അടിവയറ്റിൽ എല്ലായ്പ്പോഴും ഉണ്ട് ഖബറിന്റെ വിത്ത്. ഖബറുകൾക്ക് മേൽ വീട് മുളയ്ക്കില്ല, പക്ഷേ വീടുകളുടെ അടിവയറ്റിൽ എല്ലായ്പ്പോഴും ഉണ്ട് ഖബറിന്റെ വിത്ത്. വീടേ, ഖബറേ, നിങ്ങൾ തമ്മിൽ എന്ത്? ഒരു കഴഞ്ചി വ്യതിരിക്തതയുടെ കമ്പിവേലിക്കപ്പുറം ഇപ്പുറം മുറിഞ്ഞു രണ്ടായ മണ്ണിരയെ വാഗ്ദത്ത ഭൂമിയുടെ വരാന്തയിൽ കീഴ്മേൽ നിർത്തി ദൈവം ശിക്ഷിച്ചതാണോ? വീടേ, ഖബറേ, നിങ്ങൾ തമ്മിൽ എന്ത്? ഒരു കഴഞ്ചി വ്യതിരിക്തതയുടെ കമ്പിവേലിക്കപ്പുറം ഇപ്പുറം മുറിഞ്ഞു രണ്ടായ മണ്ണിരയെ വാഗ്ദത്ത ഭൂമിയുടെ വരാന്തയിൽ കീഴ്മേൽ നിർത്തി ദൈവം ശിക്ഷിച്ചതാണോ? ഇപ്പോൾ ആകാശം ഒരു ഭവന സമുച്ചയം, ഭൂമി ഖബറും. ഇപ്പോൾ ആകാശം ഒരു ഭവന സമുച്ചയം, ഭൂമി ഖബറും. ഇരു കയ്യുമുയർത്തി അവസാന ചന്ദ്രക്കലയുടെ മയ്യത്ത് നിസ്കരിക്കാൻ തുടങ്ങുന്നു നക്ഷത്രങ്ങൾ. അല്ലാഹു അക്ബർ. ഇരു കയ്യുമുയർത്തി അവസാന ചന്ദ്രക്കലയുടെ മയ്യത്ത് നിസ്കരിക്കാൻ തുടങ്ങുന്നു നക്ഷത്രങ്ങൾ. അല്ലാഹു അക്ബർ. ഒരു കവിതയും കൂടെ വായിക്കുമ്പോൾ നമ്മുടെ സമയം ഏതാണ്ട് പൂർത്തിയാവും. പിന്നെ വേണമെങ്കിൽ ഒരു ചോദ്യം ഒറ്റ ചോദിക്കാം. പിന്നെ എനിക്ക് ചോദ്യം നിർബന്ധമൊന്നുമില്ല. എനിക്ക് ചോദ്യം ഇല്ലാതിരിക്കുന്ന വളരെ സന്തോഷവുമാണ്. തിരിച്ചറി കാർഡ്, ഇത് മഹമ്മൂദ് ദർവിഷിൻ്റെ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്ന പ്രശസ്തമായ കവിതയുടെ ഒരു തുടരെഴുത്താണ്. ഞാൻ ഒരുപക്ഷെ കഴിഞ്ഞ വർഷം ഈ കവിതയോടെ വായിച്ചു വന്നൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. വായിച്ചിരുന്നോ? കഴിഞ്ഞാണ് ഇല്ല. എഴുതി വെക്ക്, എൻ്റെ പേര് അലി. തൊഴിൽ വാക്കുകെട്ടൽ, ആധാറില്ല. മക്കൾ ധാരാളം, മിക്കവരും സർവകലാശാലകളിലോ ജയിലിലോ ആണ്. എന്തേ? മനം പിരട്ടൽ തോന്നുന്നുണ്ടോ? എഴുതി വെക്ക്, എൻ്റെ പേര് അലി. 2:45 മേത്തോ എന്ന് കൂട്ടുകാർ വിളിക്കുമായിരുന്നു. പാടങ്ങളുടെയും പൊലേരുടെയും കരയ്ക്ക് നായന്മാരുപേക്ഷിച്ച കൊട്ടിയമ്പലത്തോട് ചേർന്ന ചായ്പിലാണ് വളർന്നത്. 30 ജുസവും കമ്മു മാനിഫെസ്റ്റോയും ഓതിയിട്ടുണ്ട്. ശിവരാത്രിക്ക് കാവു തീണ്ടുമായിരുന്നു, അമാവാസിക്ക് കവിതയും. എന്തേ? പേടിയാവുന്നുണ്ടോ? എഴുതി വെക്ക്, എഴുതി വെക്ക്, എൻ്റെ പേര് അലി. ഉമ്മയും വാപ്പയും നാടും വീടും തിരുവിതാംകോട്. അവിഭക്ത ഇന്ത്യയിൽ ഇല്ലായിരുന്നിടം. കശ്മീരും ബംഗാളും പഞ്ചാബും പോലെ വെട്ടിമുറിക്കാത്തിടം. എന്തേ? രജിസ്റ്ററിൽ പേരില്ലെന്നോ? വേണ്ട,
മരിച്ച രാജ്യത്ത് ഖബറടങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. രണ്ടു മൂന്ന് മിനിറ്റേ ഉള്ളു, ചുരുക്കി വേണം. ജനായത്ത ബോധം കവിതകളിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച ഒരു കവിയായിട്ടാണ് ഞാൻ സാറിനെ കാണുന്നത്. സാമൂഹിക ബോധം ഉയർത്തുന്നതിൽ കവിതയുടെ പങ്ക്, അത് ഉയർത്തുന്ന ചിന്തകൾ നമ്മുടെ സമൂഹത്തിന് എത്രത്തോളം ചലനം സൃഷ്ടിക്കാൻ സാധിക്കും? ഇതാണ് എൻ്റെ ചോദ്യം. ഇതൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഇത് ഈ വലിയ സാമൂഹ്യ ബോധമുള്ള കവികളുടെ ഒരു നിര തന്നെ മലയാളത്തിൽ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് നമ്മുടെ നാട്ടിലും എല്ലാ രാജ്യത്തും പോലെ വിഭാഗീയതയും ജാതീയതയും മതവർഗീയതയും ഒക്കെ ശക്തിപ്പെടുകയല്ലേ ചെയ്തിട്ടുള്ളൂ. സാഹിത്യവും കവിതയൊന്നും സിംഗുലറായിട്ട് വിചാരിച്ചിട്ട് ഇതൊന്നും നടക്കില്ല. അതുകൊണ്ട് ഇപ്പം ഞാനങ്ങനെ എല്ലാ നല്ല കവികൾ സാമൂഹ്യ ബോധമുള്ളവരാണ്, ഞാൻ മാത്രമൊന്നുമല്ല. സാമൂഹ്യ ബോധം ഒരു പൗര ധിഷണയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എനിക്ക് തോന്നുന്നു അതിന് പരോക്ഷമായ ബന്ധം മാത്രമേ കാവ്യ സർഗാത്മകതയായിട്ടൊക്കെ ഉള്ളൂന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം. ഞാനത് തിയറിയായിട്ടൊന്നും പറയില്ല. അത്രയൊക്കെ എനിക്കുമൊക്കെ ഉള്ളൂ. അല്ലാതെ അതിൽ ഞാൻ സാമൂഹ്യ ബോധം ഉയർത്താനൊന്നും ഇപ്പോൾ വൈലോപ്പിള്ളിയാണ് എൻ്റെ മലയാളത്തിലെ ആധുനിക കാലത്തെ വായന ഏറ്റവും കൂടുതൽ സാമൂഹ്യ ബോധത്തെക്കുറിച്ചിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ്, ഒരു ബോധപൂർവ്വം അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആദ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു കവി, വലിയ കവികളിൽ. പക്ഷെ അദ്ദേഹമൊക്കെ എഴുതിയിട്ട് ഒന്നും വലിയ വ്യത്യാസമൊന്നും നമ്മുടെ കേരളത്തിന് പൊതുവെ ഒരു ജനാധിപത്യ സംസ്കാരം മറ്റ് പല നാടുകളെ അപേക്ഷിച്ച് ആദ്യകാലത്ത് ഉണ്ടായിരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ അടുത്ത ഇലക്ഷന് BJP ഒക്കെ അധികാരത്തിൽ വരത്തക്ക വിധത്തിൽ നമ്മുടെ ജനാധിപത്യ ബോധം വളർന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതുകൊണ്ട് കവികളൊക്കെ പരാജയപ്പെട്ടവരാണെന്നാണ് ഞാൻ കരുതുന്നത്. കവികൾ മാത്രമല്ല, ബുദ്ധിയുള്ള മനുഷ്യരെല്ലാം പരാജയപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിർത്താം. മഹബൂബ് എക്സ്പ്രസ് എന്ന കവിത ഉണ്ടല്ലോ സാറുടെ, അതൊന്ന് ചൊല്ലാൻ പറ്റുമോ? അല്ല, അതിപ്പോൾ ചൊല്ലുന്നതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. ഇവിടെ ലേറ്റായിട്ടാണ് സെഷനുകൾ തുടങ്ങിയിട്ടുള്ളത് തന്നെ. എൻ്റെ സമയം കഴിഞ്ഞു. 11 ഞാൻ തന്നെ കാൽക്കുലേറ്റ് 11:05 നിർത്തും എന്ന് പറഞ്ഞു, 11:05 ആവുകയാണ്. അതുകൊണ്ട് ക്ഷമിക്കണം, മറ്റൊരു തവണ ആവാം. അല്ലെങ്കിൽ നമുക്ക് റോഡിൽ നിന്ന് വേണമെങ്കിൽ ചൊല്ലാം. 2 മിനിറ്റും കൂടെ ഉണ്ട്. സർ നമസ്കാരം. സാമൂഹ്യബോധം എല്ലാ കവികൾക്കും ഉണ്ട്, പക്ഷേ ധൈര്യത്തിന്റെ കുറവ് പല കവികൾക്കും കാണുന്നില്ലേ? അതൊന്നും അവരുടെ കൃതികളെ ബാധിക്കണമെന്നൊന്നുമില്ല. OV വിജയൻ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും ശക്തമായിട്ട് ഇന്ദിരാഗാന്ധിക്കെതിരെ കാർട്ടൂൺ വരച്ച ആളാണ്. പക്ഷെ അഗ്നി പോലെ ഭയമായിരുന്നു പോലീസിന്. എയർപോർട്ടിലൊക്കെ നിൽക്കുമ്പോൾ പോലീസുകാർ ദൂരെ നിൽക്കുന്നുണ്ട്, വിജയം വിറയ്ക്കുമായിരുന്നു, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഒരാളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത്തരം ഒബ്സഷനുകളും, പാറ്റയെ കണ്ടാൽ പേടിക്കുന്നവരെന്ന് പറയുന്ന പോലത്തെ ഒരു ഒബ്സഷൻ കാണും, പോലീസിനെ കണ്ടാൽ പേടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വ്യക്തിപരമായ ധൈര്യമായിട്ട് അതുമായിട്ട് ഇതിന് കൂട്ടിക്കുഴയ്ക്കരുതെന്നാണ് എൻ്റെ വിനീതമായ ഒരു അഭ്യർത്ഥന. പിന്നെ സ്വകാര്യ ജീവിതത്തിലുള്ള ഊറ്റം വേറൊരു വിഷയമാണ്. അത് ആൾ കയറിയും കുറഞ്ഞും ഒക്കെ ആയിരിക്കും. ചില ആളുകൾക്ക് അത് കുറവായിരിക്കും, ശരിയാ. അത് അവരുടെ സാഹിത്യത്തെ ബാധിക്കണമെന്നൊന്നുമില്ല. എഴുതുന്ന നിമിഷം നമ്മളൊരാൾ ഒറ്റയ്ക്കല്ല എഴുതുന്നത് കേട്ടോ. അതൊരു ഭാഷ ഒരു വലിയ സാമൂഹികവും ചരിത്രപരവും പിന്നെ ഗോത്രപരവും മരവംശപരവും ഒക്കെ ആയിട്ടുള്ള പഴക്കമുള്ളൊരു സാധനമാണ്. ഭാഷയിൽ കൂടെ പലതും ഒഴുകി വരും. നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ചില തടയണകൾ, ചില ചാലുകൾ ഉണ്ടാക്കലാണ് എഴുത്തിൻ്റെ ഒരു ജോലി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇതോടുകൂടി നമുക്ക് വളരെ ഷോർട്ടായിട്ടുള്ള സെഷൻ ആണെങ്കിലും നന്ദി പറയാൻ വേണ്ടി ടിആർ ജോസിനെ ക്ഷണിക്കുന്നു. ഓക്കെ, താങ്ക് യു. നമസ്കാരം. കടത്തനാടിന്റെ മണ്ണിൽ നമ്മൾ ആവിഷ്കരിച്ച കടത്തനാട് സാഹിത്യോത്സവത്തിന്റെ 3-ാം ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നീ നിമിഷം ഞാൻ അലി, ഞാനൊരു ഇന്ത്യക്കാരൻ എന്ന വിഷയത്തിൽ നമ്മളോട് വളരെ മനോഹരമായി കവിതയിലൂടെയും മറ്റും നമ്മളോട് ആശയവിനിമയം നടത്തിയ ഏറെ പ്രിയപ്പെട്ട അൻവർ അലി സാറിന് കടത്തനാട് സാഹിത്യോത്സവത്തിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു.
ഒപ്പം ഈ സദസ്സിനും വളരെ ഊർജ്ജസ്വലമായ ഈ സദസ്സിനും ഹൃദ്യമായ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.